തീരുമാനമുണ്ടായിട്ടില്ലെങ്കിൽ എയർപോർട്ട് അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് തീരുമാനമുണ്ടായിട്ടില്ലെങ്കിൽ 41 കൗൺസിലർമാരും എയർപോർട്ടിൻ്റെ മുന്നിൽ സമരം സമരം ഇരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കരിപ്പൂർ വിമാനത്താവള പരിസരത്തെ വീട് നിർമ്മാണത്തിന് NOC നൽകാത്ത നടപടിക്കെതിരെ നഗരസഭ ഒറ്റക്കെട്ടായി സമരം ചെയ്യുമെന്ന് നഗരസഭാ ചെയർമാൻ UK മുഹമ്മദ് ഷാ. ഇപ്പോൾ ഞങ്ങൾ ഭരണസമിതി വന്നതിന് ശേഷം നിരന്തരമായി ആളുകൾ ഇവിടെ പറയുന്നൊരു പരാതി, ഇവരെ ഒരു വീടെടുക്കുകയാണെങ്കിൽ ഇവരെ NOC വേണമെന്നാണ്, എയർപോർട്ട് അതോറിറ്റിൻ്റെ NOC വേണമെന്നുള്ള. പക്ഷേ NOC വാങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ NOC സമയബന്ധിതമായി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വളരെ കാലതാമസം പിടിക്കുകയാണ്. മാത്രമല്ല അതിൽ വിവേചനം കാണിക്കുന്നത് കൊണ്ടോട്ടി നഗരസഭയിലുള്ള ആളുകൾക്ക് ആണ് ഈ NOC വേണമെന്ന് പറയുന്നത്. എന്നാൽ തൊട്ടടുത്തുള്ള പഞ്ചായത്തിലുള്ള ആളുകൾക്ക് NOCൻ്റെ ആവശ്യമില്ലാതെ തന്നെ പോകുന്നുണ്ട്. അവിടെ വീടെടുക്കാൻ എയർപോർട്ടിന് NOC ആവശ്യമില്ല. എന്നാൽ കൊണ്ടോട്ടി നഗരസഭയിലുള്ള ആളുകൾ വീടെടുക്കുകയാണെങ്കിലും എന്തെടുക്കുകയാണെങ്കിലും കെട്ടിടം എടുക്കുകയാണെങ്കിലും ഒക്കെ NOC വേണം. കെട്ടിടത്തിന് കുഴപ്പമില്ല, ചെറിയ ചെറിയ വീടൊക്കെ 1000-800 സ്ക്വയർ ഫീറ്റുള്ള വീടൊക്കെ എടുക്കുകയാണെങ്കിൽ NOC എടുക്കണം എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട ആളുകൾ. അതുമാത്രമല്ല ഇവിടുന്ന് PMAYയിൽ എടുക്കുന്ന വീടുകളാണ് 4 ലക്ഷം റുപ്യ നഗരസഭ കൊടുക്കുന്നതാണ്. 2 ലക്ഷം റുപ്യ നഗരസഭയും 50,000 രൂപ മറ്റേ കേരള ഗവൺമെൻറ്റും 1.5 ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെൻറ്, അങ്ങനെയാണ് 4 ലക്ഷം രൂപ കൊടുത്തെടുക്കുന്ന വീട്. ചെറിയ പാവങ്ങളാണ്, കഷ്ടപ്പാട്. അത്തരം ആളുകൾക്ക് പോലും ഈ NOC വേണം, എയർപോർട്ടിന് NOC വേണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ അടിയന്തരമായ ഒരു കാര്യം അതാണെന്ന് ഉന്നയിച്ചത്. ഞാൻ തന്നെയാണ് ആ പ്രമേയം അവതരിപ്പിച്ചത്. അതിൽ ഇന്ന് കൗൺസിൽ അടക്കം തീരുമാനിച്ചിട്ടുണ്ട്, എയർപോർട്ട് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ NOC വിഷയം ഇത്തരം വീടുകൾക്കൊക്കെ ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു തീരുമാനമുണ്ടായിട്ടില്ലെങ്കിൽ എയർപോർട്ട് അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് തീരുമാനമുണ്ടായിട്ടില്ലെങ്കിൽ 41 കൗൺസിലർമാരും എയർപോർട്ടിൻ്റെ മുന്നിൽ സമരം സമരം ഇരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ ജനങ്ങളൊപ്പം നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റുള്ളൂ. നമ്മൾ ഈ എയർപോർട്ടിന് വേണ്ടിയിട്ട് എല്ലാ സംഗതികളും ചെയ്തു. ഇപ്പോൾ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എയർപോർട്ടിക്ക് എന്താ ഇവിടുന്ന് ചെയ്യണം? എന്നാൽ അതിനുള്ള ബെനിഫിറ്റ് ഈ നഗരസഭയ്ക്കുണ്ടോ? നഗരസഭയ്ക്കില്ല. എയർപോർട്ട് പോകുന്ന വഴി തന്നെ ഉണ്ടല്ലോ, കുളത്തൂർ മുതൽ എയർപോർട്ട് വരെ കൊണ്ടോട്ടി നഗരസഭൻ്റെതാണ്. അത് എന്നും ഡെയിലി ക്ലീൻ ചെയ്യുന്നത് കൊണ്ടോട്ടി നഗരസഭ. എന്നാൽ ഇത് വരെ ഒരു CSR ഫണ്ടിൽ നിന്നും എയർപോർട്ടിൽ നിന്ന് ഈ കൊണ്ടോട്ടി നഗരസഭ കിട്ടിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാ തരത്തിലും ഞങ്ങൾ ബുദ്ധിമുട്ടാക്കി ഞങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്ന ഒരു ഘട്ടം വന്നിരിക്കുകയാണ്. ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഞങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല. ഞങ്ങൾ എന്തായാലും ഇത് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. വീട് നിർമ്മാണത്തിന് NOC അനുവദിക്കാത്തത് പലരെയും പ്രയാസപ്പെടുത്തുന്നുണ്ട്. PMAY ഭവന പദ്ധതിയിൽ വീട് ലഭിച്ചവർ വരെ കൂട്ടത്തിലുണ്ട്. വിഷയം എയർപോർട്ട് അധികൃതരെ അറിയിക്കും. തുടർന്നും നടപടിയുണ്ടായില്ലെങ്കിൽ മുഴുവൻ കൗൺസിലർമാരും ഒറ്റക്കെട്ടായി സമരത്തിനിറങ്ങുമെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് എയർ 1.